ഇരുന്ന് ചിന്തിച്ചു, ആലോചിച്ചു. എൻ്റെ കുഞ്ഞ് ഇങ്ങനെ പോയാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനില്ലാതായി പോവും എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കും. കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനയെ ഞങ്ങൾ ചൊല്ലിയിട്ടാണ് എന്നും പിരിയുന്നതും. അത് അന്ന് ഞാൻ ഇതുപോലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ മുറിയിലോട്ട് കടക്കുമ്പോൾ, ആദ്യത്തെ മുറിയിലോട്ട് ഞാൻ കടന്നപ്പോൾ കാണുന്നത് ഈ രൂപമാണ്. രണ്ടാമത്തെ മുറിയിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ആ രൂപമാണ്. അടുക്കളയിലോട്ട് ചെല്ലുമ്പോൾ ആ രൂപമാണ്. ഞാൻ എവിടെ പോയാലും ഈ രൂപം എൻ്റെ പുറകെ. ഞാൻ വൈഫിനോട് പറഞ്ഞു, പറ്റില്ല, മാതാവ് എന്നെ വിടത്തില്ല. മാതാവ് പറഞ്ഞു, നീ മദ്യപിക്കാനും നിന്നെ ഞാൻ വിടത്തില്ലെന്നെ എൻ്റെ മനസ്സിലുറപ്പിച്ചു. എനിക്ക് വിശ്വാസം വർദ്ധിച്ചു. ഞാൻ പല ആൾക്കാരോടും പറഞ്ഞു, പ്രാർത്ഥന ബൈബിളിലെ വാക്യങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ തൊട്ടറിഞ്ഞ് വായിക്കുവാൻ തുടങ്ങി. ആ അനുഭവം ഞാൻ എടുക്കുന്ന ഏതെടുത്താലും ഞാൻ ചെയ്ത പ്രവർത്തികൾ മാത്രമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിനോട് ക്ഷമ പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് ഞാൻ ക്ഷമ പറഞ്ഞു. അങ്ങനെ ഈ 2 വർഷക്കാലം കൊണ്ട് മദ്യം എന്ന സാധനം എനിക്ക് കാണുമ്പോൾ എന്തോ ഒരു ഭയമാണ്. എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയും, എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയും, ഈ ഒരു സാധനം നമുക്കൊരിക്കലും കുടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമേ ഉള്ളൂ. കുടിക്കാതെ കിട്ടുമ്പോൾ നമ്മളുണ്ടാകുന്ന അനുഭവം ഞാൻ വിവരിച്ചു പറഞ്ഞു കൊടുത്തു. ഓരോരുത്തർക്കും ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്, വന്നിട്ടുമുണ്ട് ഓരോരുത്തർ. ഇപ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ അടിയൻ കുടുംബം ജീവിച്ചു പോകുന്നു. ഇപ്പം എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷെ അത് ഞാൻ അറിയുന്നില്ല. എൻ്റെ ആവശ്യങ്ങൾ ആ സമയത്ത് ദൈവം തമ്പുരാൻ നല്ലപോലെ നടത്തി തരുന്നു. ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ എനിക്ക് നടത്തി തരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് തൃപ്തിയായ രീതിയിൽ ഇതുവരെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ നമ്മുടെ മുമ്പിൽ കൈ നീട്ടാൻ വരുന്നവരെ ഞാൻ തള്ളിക്കളയാറില്ല. എൻ്റെ ഉള്ളത് കൊടുത്ത് സഹായിക്കും. പേപ്പറുകൾ, ഇവിടുന്ന് മേടിക്കുന്ന പേപ്പറുകൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചു. ഒരു കവർ പേപ്പർ മേടിച്ച് എൻ്റെ ബാഗിലിട്ടിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് വെച്ച് വരുന്ന ഓരോരുത്തർക്കും ഞാൻ കൊടുക്കും. അതുപോലെ തിരിച്ചും ഓരോരുത്തർ, ഞാൻ പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്യുന്നത്. ഓരോരുത്തർ ഇതുപോലെ കൃപാസനത്തിൽ വന്നേച്ചാൽ അവർ പെട്രോൾ അടിക്കാൻ ചിലപ്പോൾ വരുന്നത്. ഞാൻ അവരെ ഡിക്കി തുറക്കുമ്പോൾ അവരുടെ പേപ്പർ കാണും. അപ്പം ഞാൻ ചോദിച്ച് മേടിക്കും. ഒരു പേപ്പർ മേടിച്ചേച്ച് ഞാൻ പറയും, ഞാൻ എൻ്റെ എല്ലാ ആൾക്കാരോടും പ്രാർത്ഥിച്ചു പറയും, നിങ്ങളിത് വായിക്കണം. വായിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന ഞാൻ കണ്ട രൂപം നിങ്ങളും കാണും. നിങ്ങൾ നിങ്ങൾ ഹൃദയം നൊന്ത് ദൈവത്തെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം. എൻ്റെ അനുഭവം